ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. എന്താണ് സംവാദം? സംവദിക്കാൻ നേരിട്ട് സംവദിക്കണോ എന്ന ചോദ്യം. ഈ പറഞ്ഞതുപോലെ ഞാൻ ഈ വി.ഡി. സതീശനും പിണറായി വിജയനും സംവാദം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് കണക്കൂട്ടിയ ആൾ തന്നെയാണ്. സംവദിക്കാൻ നേരിട്ട് സംവദിക്കണമെന്ന ചോദ്യം പ്രസക്തമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഈ വികസനമൊക്കെ പറഞ്ഞ് വി.ഡി. സതീശനടക്കം രംഗത്ത് വരുന്നു. അങ്ങനെയാണെങ്കിൽ സംവാദം പേടിച്ചാണ് മുഖ്യമന്ത്രി പിന്നോട്ട് പോകുന്നെങ്കിൽ, അത്രത്തോളം കാര്യങ്ങൾ വി.ഡി. സതീശന് പറയാനുണ്ടെങ്കിൽ, വികസനവുമായി മുൻനിർത്തി ഈ സർക്കാരിനെ കൗണ്ടർ ചെയ്യാനുണ്ടെങ്കിൽ ആ ചർച്ച മുൻനിർത്തി വേണമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് നേരിടാൻ. പക്ഷെ തുടക്കം തൊട്ട് നമ്മളിപ്പോൾ ഈ ഒടുക്കം ഏതാണ്ട് 7 ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോഴും വികസനം എത്ര കണ്ട് ചർച്ച ചെയ്യുന്നു എന്ന ചോദ്യം ബാക്കി. രണ്ടാമത് വി.ഡി. സതീശനെതിരെയും ഒരുപാട്, ഞാൻ പറഞ്ഞത് നേരിട്ട് സംവദിക്കണമില്ല, വി.ഡി. സതീശ് ഇതുപോലെ മറുപടി പറയേണ്ട ഒരുപാട് കാര്യങ്ങൾ. ഞാൻ ഒരു വാദത്തിന് സമ്മതിക്കും, നേരിട്ട് സംവദിക്കാനില്ല, അവർ വേണമെങ്കിൽ ഫേസ്ബുക്കിലൂടെ സംവദിച്ചോട്ടെ. ഞാൻ പറഞ്ഞത് പിണറായി വിജയൻ എന്നിട്ട് പ്രോഗ്രസ് കാർഡ് അവിടെ കിടപ്പുണ്ട്. അതൊക്കെയാണ് നേരിട്ട് സംവദിക്കാനൊക്കെ പ്രായോഗികമല്ലാത്ത, അതിൽ റിട്ടോറിക്കിന് ഒരു പവർ ഉണ്ട്. എത്രത്തോളം ആളുകളെ സംസാരിച്ചിരുത്താൻ കഴിയും. ആർഗ്യുമെന്റിൽ ആരും ജയിക്കാൻ പോകുന്നു, അവർക്ക് അവരുടെ വാദഗതിയിൽ പറയാൻ മാത്രമേ സാധിക്കുള്ളൂ. ആ ആർഗ്യുമെന്റിൽ ആരും ജയിക്കുമെന്ന് നമുക്ക് അവസാനം ഒരു കൺക്ലൂഷനിലേക്ക് എത്താനും പറ്റും. ഞാൻ പറഞ്ഞത് വേണമെങ്കിൽ പിണറായി വിജയൻ കൃത്യമായി, അതായത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൃത്യമായി ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്, അവരുടെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്താണെന്ന കാര്യം ഇട്ടിട്ടുണ്ട്. ഈ പ്രോഗ്രസ് റിപ്പോർട്ടിനെ കൗണ്ടർ ചെയ്യുന്ന രീതിയിൽ വേണമെങ്കിൽ വി.ഡി. സതീശന് ഒരു കൗണ്ടർ പോസ്റ്റ് ഇടാം. എവിടെ ഇട്ടു? ഇട്ടിട്ടില്ല. എന്റെ സമയമാണ്. സമ്മതിക്കാം. ഞാൻ പ്രതിപക്ഷത്തിന് വേണ്ടി സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് ഒരു ആത്മാർത്ഥമായ സംവാദം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രോഗ്രസ് റിപ്പോർട്ടിന് കൗണ്ടർ ഇടാം. 1. 2, ഇന്ന് നേരിട്ട് സംവദിക്കാനാണ് താല്പര്യപ്പെടുന്നത്. അദ്ദേഹത്തിന് ഫേസ്ബുക്ക് ഇടാൻ ഞാൻ പറഞ്ഞു, ഇനിയിപ്പോ ആ ഒരു സാങ്കേതികത്വം പിടിക്കേണ്ടതേ നിങ്ങൾക്ക്. അതായത് വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം, പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ പിടിവാശി പിടിക്കേണ്ടത് മുഖ്യമന്ത്രി നേരിട്ട് വന്നാൽ ഞാൻ എന്തെങ്കിലും പറയൂ എന്ന് പറഞ്ഞതിന് ഒരു സാങ്കേതികത്വം ഇല്ല. അതിനപ്പുറത്തേക്ക് വേണമെങ്കിൽ കൗണ്ടർ ചെയ്യാം. ഇന്നിപ്പോ ഈ പറഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് ഇരുണ്ട കാലം എന്ന രീതിയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നുണ്ട്. അതിന് വേണമെങ്കിൽ വി.ഡി. സതീശന് കൗണ്ടർ ചെയ്യാം. 2, അതുപോലെ തന്നെ ഈ പറയുന്ന പബ്ലിക് ഡൊമൈനിൽ നിൽക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും കോൺഗ്രസിനെതിരെ ബാക്കിയാണ്. ഈ പറഞ്ഞ ഞാനിപ്പോ ആ വിഷയത്തിലേക്ക് വീണ്ടും പോകുന്നത് അടക്കമുള്ള ഫണ്ട് എവിടെയെന്ന കാര്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. 4, ഇത്തരത്തിൽ 10 വർഷം ഭരണപക്ഷത്തുനിന്ന് ഒരു സർക്കാരിന്റെ, പ്രതിപക്ഷമായി നിൽക്കുന്ന സർക്കാരിന് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വീണ്ടും ഈ വികസന വിഷയം സർക്കാരിന് ചർച്ചയാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പിണറായി വിജയന്റെ തികഞ്ഞ കോൺഫിഡൻസ് ആണ്. പിണറായി വിജയന്റെ വികസനം ഈ നാട് ഏറ്റെടുത്തുന്നതിന്റെ കോൺഫിഡൻസ് ആണ്. ആ കോൺഫിഡൻസ് സർക്കാരിനുള്ളത് കൊണ്ടായിരിക്കണം ഈ വിഷയം ഇത്ര കാലമായിട്ടും ജനസാധാരണമായ വിഷയത്തിലേക്ക് ഈ പ്രതിപക്ഷം ഈ ഇലക്ഷൻ ഫോക്കസ് എത്തിക്കാത്തതും ഇപ്പോഴും ഈ പറഞ്ഞ പിണറായി വിജയൻ അടക്കം വിടുന്ന പോസ്റ്റുകൾക്ക് മറുപടി നൽകാത്തതെന്നാണ് എന്റെ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ല ഉദാഹരണം തൂങ്ങേണ്ട കാര്യമില്ല. ഞാൻ അതായത് 18 മാസത്തെ പെൻഷൻ മുടങ്ങി. പ്രതിപക്ഷ നേതാവ് ഈ സഭാരേഖകൾ വെച്ചിട്ട് അകത്തുണ്ടായ ചോദ്യത്തിന് മന്ത്രി കൊടുത്ത മറുപടി അടക്കം വെച്ചിട്ട് അത് 18 മാസം ഇല്ല, 3 മാസമേ ഉള്ളൂ. സഭയ്ക്കകത്ത് തന്നെ പറഞ്ഞതല്ലേ പ്രോഗ്രസിൽ ഒന്നാമത്തെ കിടക്കാണ്. അപ്പൊ നേർക്കുനേർ ചർച്ച ഉണ്ടാവണം. എന്താണ് പ്രശ്നം? ഇത് അങ്ങോട്ട് പറഞ്ഞത് തീർക്കാം, അതുണ്ടാവുന്നില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 4,000 വീടേ ഉള്ളൂ എന്ന് പറയുന്നു LDF ഫാനുകൾ. അതല്ല, കണക്ക് വെച്ച് 4,54,000 വീടുണ്ടെന്ന് പറയുന്നു പ്രതിപക്ഷ നേതാവ്. ഇതൊക്കെയും നേർക്കുനേർ ചോദിക്കാമല്ലോ. ഇപ്പൊ വയനാട് ഫണ്ട് കാര്യത്തിൽ CM ചോദിക്കാം, എവിടെ ചോദിക്കാം, എവിടെ ചോദിക്കാം, അദ്ദേഹം പറയാൻ ബാധ്യസ്ഥനാണ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഫേസ്ബുക്കിൽ മുഖ്യമന്ത്രി കുത്തി ഇടുവല്ല, അവിടെ വീഡിയോ അല്ല. ഫേസ്ബുക്കിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇടുന്ന PM മനോജാണ്, വീഡിയോക്ക് വേണ്ടി ഇടുന്ന CG കടക്കലാണ്. ഇവര് തമ്മിലുള്ള എന്താണ് ഗവേഷണം നടത്തിയ അത് വേണ്ടെന്നേ. നമുക്ക് ആവശ്യം എന്താണ്? നമുക്ക് ആവശ്യം മുഖ്യമന്ത്രി വീടിയിരിക്കുന്ന ആ ഗരിമ, അത് ഗംഭീരാവില്ല. അല്ലല്ല, ഞാൻ ഇതിന്റെ മറവിൽ ചിലരും വേറെ സംവാദ വെല്ലുവിളികൾ നടത്തുന്നുണ്ട്. ഒന്ന് നേമത്ത് ഒരു സംവാദ വെല്ലുവിളി അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി, അതും നടന്നില്ല. ഇപ്പൊ തൃത്താലയിൽ വേറൊരു സംവാദ വെല്ലുവിളി നടക്കുന്നു. MP രാജേഷ് വെല്ലുവിളിച്ചു, അത് തയ്യാറാണെന്ന് VT ബൽറാം പറഞ്ഞു. അപ്പൊ VT ബൽറാം പറഞ്ഞത് ഇപ്പൊ മുഖ്യമന്ത്രി പ്രതിപക്ഷം സംവാദം കഴിയുന്നു, തൊട്ട് പിന്നാലെ നമ്മുടെ സംവാദമാണ്. അതായത് ഇതിന്റെ ഒക്കെ ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ, ആരും സംവാദത്തിന് തയ്യാറല്ല. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വേണം അവർക്കൊരു സംവാദം നടത്താൻ എന്നുള്ളത് ഒരു സൂത്രപ്പണിയാണ്. നിങ്ങൾ സമ്മതിക്കൂ, നാട്ടുകാരൊന്ന് അറിയട്ടെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.